അദ്ദേഹത്തിന് ആത്മകഥയിൽ എനിക്ക് പറയുന്നതായിട്ട് തോന്നുന്നത് ഇങ്ങനെ ഏതോ ഒരു സമ്മേളനത്തിന് എന്തോ മുറി ഒരു ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നപ്പോൾ ആ സമയത്താണല്ലേ എന്നാ പൊക്കൂടനും കാഞ്ഞിരനും ആ മുറി താമസിച്ചോ അവിടെ ഒരു ഒളിവിൽ താമസിക്കുന്ന സമയത്താണ് പൊക്കൂടനും രണ്ടുപേരും ദളിതരാണ്. അപ്പൊ ഈ രണ്ടുപേരെ മാത്രം ഒരു റൂമിലേക്ക് വിടുന്നതിന്റെ ഒരു സംഭവം പുള്ളി ഫീൽ ചെയ്തതായിട്ട് പുള്ളി അത് ചോദ്യം ചെയ്യും. പിന്നീട് ജാതിയെ മറികടക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് തോന്നുന്നു വടക്കൻ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഉണ്ടാവുന്നത് പൊക്കുട മാഷിലാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. ജാതിയെ മറികടക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അല്ലേ, ഒരു വർഗ സമരം കൊണ്ട് ജാതിയെ അങ്ങനെ അങ്ങ് മുറിച്ചു കടക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഞാനൊരു പക്ഷേ പരിസ്ഥിതി പ്രവർത്തനത്തെക്കാൾ പൊക്കുട മാഷിനെ മനസ്സിലാക്കുന്നത് അല്ലെ ഞാൻ ഒരു പൊളിറ്റിക്കലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഈ വടക്കൻ കേരളത്തിൽ നിന്ന് ജാതി ആണ് പ്രധാനം, എത്ര വർഗപ്പെട്ടാലും ദളിതരെ അങ്ങ് വർഗപ്പെടുത്താൻ പറ്റില്ല എന്നൊരു സാധനം ആദ്യമായി വടക്കൻ കേരളത്തിൽ വിളിച്ചു പറഞ്ഞ ആളെന്നൊക്കെയാണ് ഞാൻ അദ്ദേഹത്തെ കൂടുതൽ ബഹുമാനിക്കുന്നത്. വേറൊരു രസകരമായ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ അച്ഛൻ ഭയങ്കര നിരീശ്വരവാദിയായിട്ടുള്ള ഒരാളാണ്, ദൈവത്തിലൊന്നും വിശ്വാസമില്ലാത്ത ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അദ്ദേഹം പിന്നെ അമ്മമ്മ ഭയങ്കര ഈ കീഴാള ദൈവങ്ങളോടൊക്കെ ഭയങ്കര ഒരു ആരാധനയൊക്കെ ഉള്ള ഒരാളാണ്. അപ്പം അമ്മമ്മ ഈ തെയ്യങ്ങൾ കാണാനൊക്കെ പോകുമ്പോൾ അദ്ദേഹം ഭയങ്കര വിലക്കുകയൊക്കെ ചെയ്യും, എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. ഇഷ്ടമല്ല, കാരണം ഇവരൊന്നും നമ്മളെ രക്ഷിക്കാൻ പോകുന്നില്ല എന്നൊരു ബോധ്യം പുള്ളിക്കുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വിടാതിരിക്കുകയും എന്നാൽ ഒരു തെയ്യത്തോട് അദ്ദേഹത്തിന് ഭയങ്കര ബഹുമാനം അദ്ദേഹം പുലർത്തിയിട്ടുണ്ട്. അത് പൊട്ടൻ തെയ്യത്തിനോടാണ്. പൊട്ടൻ തെയ്യണം, പൊട്ടൻ തെയ്യം ശരിയാണ്. ഈ രണ്ട് തെയ്യങ്ങളോട് അദ്ദേഹത്തിന് രണ്ടും ഒരു സാമുദായിക സ്വത്തുള്ളതുകൊണ്ടോ ജാതിക്കെതിരെ സംസാരിച്ചത് രണ്ട് തെയ്യങ്ങളാണിത്. പ്രത്യേകിച്ച് പൊട്ടൻ തെയ്യമാണ് യഥാർത്ഥത്തിൽ ജാതിക്കെതിരെ സംസാരിക്കുന്നത്. ഈ പൊട്ടൻ തെയ്യം എങ്ങനെയാണ് നിങ്ങൾ പൊട്ടൻ തെയ്യത്തെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട്. നിങ്ങളുടെ വേർഷൻ എങ്ങനെയാണ്? അവിടുത്തെ വടക്കൻ നിങ്ങളുടെ കേരളത്തിലെ അവിടെ ആ ഭാഗത്ത് നിങ്ങളുടെ വടക്കൻ കേരളത്തിലെ അല്ല അവിടെയാണല്ലോ. പക്ഷെ പൊട്ടൻ തെയ്യം ഇവിടെ ഞങ്ങളത് ശ്രീ ശങ്കരാചാര്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് കഥയുണ്ട്. അതും ഏകദേശം അതേപോലത്തെ ഒരു ഇതിവൃത്തം തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷേ അവിടെ സാധാരണക്കാർക്ക് പോലും ഇതിന്റെ തോറ്റം മുഴുവൻ കാണാതെ അറിയാം. ആണല്ലേ? ഞാൻ പലരും പാടി കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഊർജം അവർക്കൊക്കെ ഉണ്ട്. അത് അച്ഛനും ആ ഒരു ബഹുമാനം പൊട്ടനോടുണ്ട്. പുള്ളി ചിലപ്പോഴൊക്കെ പറയും ഞാനൊരു പൊട്ടൻ തെയ്യമാണെന്ന് പറയും, അങ്ങനെ സ്വന്തം പറയാറുണ്ട്. ഭ്രാന്തൻ പുള്ളി പറയും, ഞാൻ ഭ്രാന്തൻ കണ്ടല്ലാന്ന് പറയുന്നത്. ഭ്രാന്തൻ കണ്ടല്ലാന്ന് പറയുന്ന പോലെ തന്നെ ഞാനൊരു പൊട്ടൻ തെയ്യമാണെന്ന് പറയാറുണ്ട് ഇടയ്ക്ക്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു എന്തോ ഒരു അതിനെപ്പറ്റി അധികം ആരും ആലോചിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഈ പുലിമറിഞ്ഞ തൊണ്ടച്ചൻ എന്താന്ന് പറയാമോ? പുലിമറിഞ്ഞ തൊണ്ടച്ചൻ വടക്കൻ കേരളത്തിലെ വളരെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു തെയ്യമാണ്. എന്ന് വെച്ചാൽ മറ്റുള്ള സമുദായങ്ങൾ പോലും ബഹുമാനിക്കുന്ന ഒരു തെയ്യമാണ് പുലിമറിഞ്ഞ തൊണ്ടച്ചൻ. അതിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് കാരിഗുരുക്കൾ എന്ന് പറഞ്ഞൊരു സമൂഹത്തിൽ ഭയങ്കരമായി അംഗീകരിക്കപ്പെടുന്ന ഒരു കീഴാളനായിട്ടുള്ള ഒരു ആചാര്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കളരി അറിയാമായിരുന്നു, വലിയ അഭ്യാസിയായിരുന്നു, വൈദ്യനായിരുന്നു, ഒരു ഇന്റലക്ച്വൽ ആയിരിക്കണം അദ്ദേഹം. വളരെ ജ്ഞാനമുള്ള നമ്മളെ പ്രദീപൻ പാമ്പിരിക്കുന്നൊക്കെ എഴുതുന്ന എരി എന്ന് പറഞ്ഞ നോവലിലെ കഥാപാത്രം ഉണ്ടല്ലോ, വായിച്ചിട്ടുണ്ടോ? അപ്പൊ എരിക്ക് സമാനമായ ജീവിതം ഉണ്ടായിരുന്ന അല്ലെ അതുപോലത്തെ ഒരാളായിരുന്നു യഥാർത്ഥത്തിൽ ഈ കാരിഗുരുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അതുപോലെ വലിയ പ്രശസ്തനായതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് മലബാറിലെ സവർണരായിട്ടുള്ള ആൾക്കാർക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ വളർച്ചയോട് അസൂയ തോന്നുന്നു. നാട്ടുകാരെല്ലാം ഇദ്ദേഹം പറയുന്നത് കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നാടുവാഴിക്ക് തുല്യമായ കമാൻഡിങ് പവറൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഈ കാരിഗുരുക്കൾ. അപ്പോൾ ആ ഒരു ഇതിൽ അസൂയ മൂത്തിട്ട് ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനൊക്കെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് അവിടുത്തെ നാടുവാഴിയുടെ ഭാര്യയ്ക്ക് സുഖമില്ലാതെ അവരഭിനയിക്കുകയും അതിന് പ്രതിഫലം അതിന് മരുന്നായിട്ട് അവിടുത്തെ നാട്ടിലെ പ്രധാനപ്പെട്ട വൈദ്യം പറയുന്ന എന്താണ് പുലിയുടെ പാല് കൊണ്ടുവന്നാലേ ശരി. നമ്മുടെ അയ്യപ്പന്റെ കഥ പോലെയാണ്. ചിലപ്പോ ഇത് എനിക്ക് തോന്നാറുണ്ട്. പുലിയുടെ പാല് കൊണ്ടുവന്നാലേ ഇത് ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ഒരാളെ നിർദ്ദേശിക്കുകയാണ്, ഈ കാരിഗുരുക്കൾ പോയാലേ ഇത് നടക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഈ ആവശ്യം കാരിഗുരുക്കളോട് അറിയിക്കും. അദ്ദേഹത്തിന് തുടക്കം തന്നെ ഇത് മനസ്സിലാവും, ഇതൊരു പ്ലോട്ടാണെന്ന് മനസ്സിലാവും.
എന്നാൽ പോലും അദ്ദേഹം തോൽക്കാൻ മനസ്സില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിന് തയ്യാറാവുകയാണ്. അപ്പം ഇതിനകത്ത് വേറൊരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഈ കാരിഗുരുക്കൾ ഒരു ഒടിവിദ്യയും കൂടി അറിയാവുന്ന ആളാണ്. ഒടിവിദ്യ എന്ന് വെച്ചാൽ രൂപം മാറാൻ കഴിയുന്ന ഒരാളായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പുലിയായിട്ട് പോവുകയാണ്. അദ്ദേഹം പുലിയായിട്ട് രൂപാന്തരപ്പെട്ട് കാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം ഭാര്യയോടൊരു ഒരു ഉപദേശം കൊടുക്കും. അതായത് ഞാൻ പുലിയായിട്ട് പോവാണ്, പുലിയായി കാട്ടിലേക്ക് പോയിട്ട് തിരിച്ച് പുലിയായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം ഞാൻ ആ അരിശത്തിലാണ് വരുന്നത്. അപ്പം നീ എന്ത് ചെയ്യണം, കാടി വെള്ളത്തിനകത്ത് ചൂല് മുക്കി എൻ്റെ മുഖത്തടിക്കണം. അതൊക്കെ എന്തൊരു രസകരമായിട്ടുള്ള ഭാവനയാണ്. സ്ത്രീയാണ്, സ്ത്രീ കാടിവെള്ളത്തിൽ ചൂല് മുക്കി മുഖത്തടിക്കണം. അപ്പൊ ഞാൻ എൻ്റെ പഴയ രൂപത്തിലേക്ക് വരും. അതൊക്കെ ഭയങ്കര മെറ്റഫറായിട്ട് അങ്ങനെ പറഞ്ഞിട്ട് പോകും. അങ്ങനെ പോയി പുള്ളി ഒരുപാട് പുലികളായിട്ട് നാട്ടിൽ വരും. അപ്പൊ ഇവരൊക്കെ പേടിച്ചോടും മറ്റേ ടീമൊക്കെ. നമ്മുടെ അയ്യപ്പന്റെ അതേ കഥ പോലെ തന്നെ. പക്ഷെ തിരിച്ച് ഇദ്ദേഹം വീട്ടിലേക്ക് വരുമ്പം ഭാര്യ ഇത് കണ്ട് പേടിച്ച് വാതിലടച്ച് ഇരിക്കും, തുറക്കില്ല. അപ്പം അദ്ദേഹം വന്ന് വാതിൽ മുട്ടുന്നുണ്ട്. അപ്പം അവരോട് പറഞ്ഞതനുസരിച്ച് ചൂലെടുത്ത് അടിച്ചാൽ മതി. പക്ഷെ അവർ പേടിക്കുകയും അവരങ്ങനെ ചെയ്യാതിരിക്കുകയും ചെയ്തു. പക്ഷെ വേറൊരു വേർഷനും കൂടെ ഉണ്ട്. അത് മറ്റു പലരും അവരെ ഉപദേശിച്ച് ചെയ്യിക്കാതിരിപ്പിച്ചാണെന്നോ അങ്ങനെ ചില കഥകളും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇവർ തുറക്കാതിരിക്കുക. അവസാനം ഈ പുലി പറഞ്ഞ തൊണ്ടച്ചൻ എന്ന് പറഞ്ഞ ഈ ആള് കരികുരുക്കള്, തൊണ്ടച്ചൻ എന്ന് പറഞ്ഞാൽ മുതിർന്ന ആൾക്കാരെ തൊണ്ടൻ എന്നാണ്, കിളവൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ മൂത്ത ആൾക്കാരെ നമ്മൾ തൊണ്ടൻ എന്നാണ് പറയുക. അപ്പം തൊണ്ടച്ചൻ എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആളെന്നാണ്. പുലി പറഞ്ഞ തൊണ്ടച്ചൻ, പുലിയായി മാറിയ മുത്തപ്പൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്നിട്ട് വീടിന്റെ മേൽക്കൂര പൊളിച്ച് ഭാര്യയും കൊന്ന് കാട്ടിലേക്ക് കയറിപ്പോയി എന്നാണ് ഈ പുലി പറഞ്ഞ തൊണ്ടച്ചന്റെ ഇതിവൃത്തം. ഈ കാരിഗുരുക്കള് പുലയ കമ്മ്യൂണിറ്റിയാണ്. അതെ അതെ അതെ, പുലയരുടെ ഒരു പ്രധാനപ്പെട്ട, ഒരുപക്ഷെ വടക്കൻ കേരളത്തിലെ ഒരു അയ്യങ്കാളിക്ക് സമാനമായ ഒരാളാണ് പുലി പറഞ്ഞ തൊണ്ടച്ചൻ. എനിക്ക് എല്ലാ വീടുകളിലും അറിയാവുന്നതാണ്. എല്ലാവർക്കും മാത്രമല്ല, ഇതിനകത്ത് രസകരമായ കാര്യം എന്ന് വെച്ചാല് ഈ തെയ്യം വടക്കൻ കേരളത്തിലെ എല്ലാ സമുദായങ്ങളുടെ ഇടയിലും പ്രസിദ്ധനായ ഒരാളാണ്. അവര് പോലും ബഹുമാനിക്കുന്ന ഒരാളാണ് ഈ പുലി പറഞ്ഞ തൊണ്ടച്ചൻ എന്ന് പറഞ്ഞ തെയ്യം. മറ്റുള്ള ഇപ്പം നമ്പ്യാന്മാരായിട്ടുള്ള ആൾക്കാരും ഒക്കെ അവർക്കൊക്കെ അറിയാം ഇത്. അവരും ഈ തെയ്യം കെട്ടിയാടുമ്പോൾ അവരും ഇതിന് വരാറുണ്ട്, അവരും നേർച്ചയൊക്കെ ഇടാറുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇത് ഭയങ്കര രൗദ്രഭാവത്തിലുള്ള ഒരു തെയ്യമാണ്. ഇത് കെട്ടിയാടുമ്പോൾ സ്ത്രീകളൊന്നും ഫ്രണ്ടിൽ നിൽക്കരുത്, അങ്ങനെയൊക്കെ ഉണ്ട്. അത് കെട്ടിയാടുമ്പോൾ ഇത് ഭയങ്കര ഭാര്യയെ കൊന്നിട്ടാണല്ലോ പോയത്. അത് തന്നെ. അപ്പൊ ഇത് 4 പേര് പിടിച്ചോണ്ടാണ് ഈ തെയ്യത്തിനെ കൊണ്ടുവരുന്നത്. പക്ഷെ ഇത് ഭയങ്കര രൗദ്രഭാവത്തിലൊരു തെയ്യമാണ്, ഭയങ്കര രസകരമായിട്ടുള്ളൊരു തെയ്യമാണ്, നമ്മൾ കാണേണ്ടതാണ്. ഒരിക്കൽ നമ്മുടെ ഇവരുടെ തറവാട്ടിൽ അത് നടക്കാറുണ്ട്. അപ്പൊ ഈ കാരിഗുരുക്കള് തന്നെയാണോ ഈ കല്ലേൽ പൊക്കൂട്? അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതോ അദ്ദേഹം തന്നെ പറയുന്ന പൊട്ടൻ തെയ്യമാണോ? അദ്ദേഹം സ്വയം, ഞാൻ കേട്ടിട്ടുള്ള പൊട്ടൻ തെയ്യാണെന്നാണ് പറയുന്നത്. പിന്നെ കാരിഗുരുക്കളെ പറ്റി പുള്ളി പറയുന്നത് അത് അയാളെ ചതിച്ചു കൊന്നതാണെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് അച്ഛന് കൂടുതൽ പൊട്ടൻ തെയ്യത്തിനോടാണ് ഒരു താല്പര്യം. പൊട്ടൻ തെയ്യത്തിന്റെ പ്രത്യേകത ഈ പറയുന്ന സവർണമായ ജ്ഞാനത്തെ വെല്ലുവിളിക്കുന്ന ഒരു കീഴാളനാണല്ലോ. അപ്പൊ അതിലിപ്പോ പൊട്ടൻ തെയ്യം തന്നെയാണ്